മിക്കവാറും ഇന്നിപ്പോൾ ഒരു 4ാമത്തെ കോളാണ്. ആണോ? അതും കൂടി ഇങ്ങനെ വരുന്നതുകൊണ്ടാണ് പ്രോബ്ലം. പറയും. പേടിയാ. ദുബായിൽ നിന്നുള്ള ഒരു കുട്ടി പനിയാണ്, നല്ല പനിയാണ്, ഇവിടെയൊക്കെ പനി പടർന്നു പിടിക്കുന്നുണ്ട്, എനിക്ക് വരാൻ പറ്റില്ല പറഞ്ഞു. ഉം. ഞാൻ താൻ പനിയും കൊണ്ടുവരാൻ പറഞ്ഞു. എന്നിട്ട് ആ പനി എനിക്ക് തരാൻ പറഞ്ഞു. ഒരു പനിയും ഉണ്ടായിരുന്നില്ല, തിരിച്ചുപോയി. സുഖമായിട്ട് വന്നു, സുഖമായിട്ട് പോയി. അത് സത്യാണ്. വേണമെങ്കിൽ ചക്ക വേലയിലും കായ്ക്കുമെന്ന് പറഞ്ഞ പോലെ സത്യമാണ്. നമുക്ക് വേണമെങ്കിൽ വരാം. പക്ഷെ ഈ പറഞ്ഞ മാതിരി 10 തോന്നിയില്ല. ദിവസത്തിന് വന്നു കഴിഞ്ഞപ്പോ 10 ദിവസത്തിന് വന്നപ്പോ ഒന്നാമത്തെ യാത്രയുടെ ബുദ്ധിമുട്ട്, പിന്നെ ഈ പിള്ളേരെ ഏൽപ്പിച്ചിട്ട് പോകുന്ന അതൊക്കെ എല്ലാം കൂടെ ആലോചിച്ച് കഴിഞ്ഞപ്പോ പിന്നെ മടിച്ചു. പിള്ളേരൊക്കെ കൂട്ടിയിട്ട് പറഞ്ഞു. അയ്യോ, അങ്ങനെ ചെറിയ വരുന്ന കുട്ടികളെ ചെറിയ കുട്ടീനെ എടുത്ത് വന്നിട്ടുണ്ട്. അവര് ഞാൻ എന്റെ വന്നത് മൂത്താളിനോട് ഇടയ്ക്കിടയ്ക്ക് അവര് പറയും. വന്നത് അവരുടെ ആ ചെറിയ കുട്ടിയുടെ അമ്മയുടെ എന്ന് വെച്ചാൽ വന്ന കുട്ടിയുടെ അച്ഛൻ ഇവിടെ DAയിൽ മാഷാവുന്ന സമയത്ത് 20 വർഷം മുമ്പ് എൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തതാണ്. ആഹാ. അത് കഴിഞ്ഞിട്ട് അവർ സ്പെയിനിലോ അവിടെയൊക്കെ പോയി സെറ്റിൽ ചെയ്തു, കോണ്ടാക്റ്റൊക്കെ പോയി. ഈ ഒരു പ്രോഗ്രാം കണ്ട സമയത്ത് മകളെയും മകളുടെ കൊച്ചുകുട്ടിയെയും കൊണ്ടുവന്നു. എത്ര ഒരു മാസം 1.5 മാസം കണ്ട പ്രായമുള്ളൂ. എൻ്റെ ആദ്യത്തെ ക്യാമ്പ് അവിടെ, 3 ദിവസത്തെ ക്യാമ്പ് അവിടെ. ആണോ? അശ്ശോ. അത് നടത്തി അതേ ബിന്ദുവാണ്. ഇപ്പോൾ ഈ 24 വർഷം മുമ്പ് അതേ ബിന്ദു ഇപ്പോൾ 2ാമതും പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യും. ആണോ? അപ്പം ഇപ്പോഴല്ലേ ഈ കൗൺസിലിങ്ങും സൈക്കാട്രിയും ഒക്കെ വെക്കണേ. ഇതൊക്കെ ഒരു അത് തന്നെ ഒരു രോഗമായി മാറി. സത്യം. ഒരാവശ്യമില്ല. പലതും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ടതുപോലെ തോന്നുന്ന കാര്യം. വിശക്കുമ്പോൾ ഭക്ഷണം കഴിച്ചാലല്ലേ, അല്ലെങ്കിൽ ഭ്രാന്ത് പിടിക്കില്ലേ. തൻ്റെ വിശപ്പ് മാറുന്നില്ല, അതുകൊണ്ടാണ് എനിക്ക് കുഴപ്പം. എന്തൊക്കെയോ ആഗ്രഹങ്ങളുണ്ട്, അതാണ്. ഉണ്ടാവുമായിരിക്കും, പറഞ്ഞൂടാ. ന്യൂ ഇന്ത്യൻ മോഡൽ സ്കൂളിലും ഷാർജ ഇന്ത്യൻ സ്കൂളിലാണ് പഠിച്ചത്. ഞാൻ വരാത്ത സ്കൂളൊക്കെ കുറവല്ലേ. കുറവാണ്. എനിക്ക് ആക്ച്വലി എന്റെ ചേച്ചിയാണ് ആദ്യം സാറിനെ കുറിച്ച് പറയുന്നത്. എന്റെ ചേച്ചിയുടെ മോള്, വല്യമ്മയുടെ മോളുടെ മോള് മെഡിസിൻ എടുക്കാൻ കാരണം സാർ. അന്ന് സാറിന്റെ പണ്ട് ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ 96.7 ഒരു ഇന്റർവ്യൂ കേട്ടിരുന്നു ഞാൻ. അന്നാണ് ആദ്യം അറിയുന്നത്. അപ്പൊ പിന്നെ എന്റെ ചേച്ചി ഈ അടുത്ത സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു, എടി ഞാൻ അന്ന് ചോദിച്ചതൊക്കെയാണ്, സാറാണ് ഇതുപോലെ പറഞ്ഞത്, അവൾക്ക് ഫാഷൻ ഡിസൈനിങ് പഠിക്കണം എന്ന് ആഗ്രഹമുണ്ടെന്ന്. അന്നേരം പറഞ്ഞു ഡിപ്ലോമ എടുത്താലും മതി, മെഡിസിൻ ആണ് കുറച്ചുകൂടെ നല്ലതെന്ന് പറഞ്ഞിട്ടാണ് അവൾ അതിന് ചേർന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ മാസം സാറ് ചേച്ചിനെ വിളിച്ച് കുറെ സംസാരിച്ചു. അപ്പൊ ചേച്ചിയുടെ മോളെ മെഡിസിൻ വിടാൻ കാരണം സാറാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇതുപോലെ പറയാം, ഞാനപ്പോ എപ്പോഴും വിചാരിക്കും സാറിനെ ഒന്ന് നേരിട്ട് കണ്ടിരുന്നെങ്കിൽ എന്റെ ഈ പിള്ളേരെ കൊണ്ട് ഇവർ കുറേ വഴികൾ മുമ്പിലുണ്ട്, അതുകൊണ്ട്. പിന്നെ ഏതോ വഴിയിൽ പോയ ആൾക്കാരും അവിടെ നിന്ന് എത്തിയിട്ടില്ല എന്ന് കണ്ടുകൊണ്ടിരിക്കുമ്പോഴുള്ളൊരു അലോഹ്യ. ചിലപ്പോ എന്റെ അടുത്ത് ചോദിക്കും, അമ്മ പഠിച്ചിട്ട് എന്താ. ഞാനിപ്പോൾ പറഞ്ഞത് അത് തൻ്റെ ആഗ്രഹങ്ങളോ താൻ പഠിച്ചതോ എവിടെയും യൂസ് ചെയ്യാത്തതുകൊണ്ട് അത് കണ്ടുവരുമ്പോൾ മക്കൾക്കുണ്ടാവുന്നൊരു ബോധമാണ്. എൻ്റെ മൈക്രോ ടീച്ചിങ് എന്ന് കാണണം. ഡോക്ടർ TPS എന്ന് കാണാം. യൂട്യൂബില്. അത് UK കുറേ ടീച്ചർമാരെ UK ഒരു ട്യൂഷൻ സെൻ്ററാണ്. അവരുടെ മിക്കവാറും വിഷയങ്ങൾ പഠിപ്പിക്കുന്നവരെ എങ്ങനെ പഠിപ്പിക്കണം എന്ന് പഠിപ്പിക്കുന്നതാണ്. നമ്മൾ ഈ സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചർമാർ ചെയ്യുന്ന അതേ മട്ടാണ് പലരും പഠിപ്പിക്കുക. അങ്ങനെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഒരു സ്ഥലം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ച് കഴുകിയാൽ മതി എന്ന് പറഞ്ഞ് വെള്ളം ഒഴിച്ച് കഴുകിക്കൊണ്ടിരിക്കുന്നതിനേക്കാളും നല്ലതാണ് സർഫിട്ട് കഴുകുന്നത്. വെള്ളം ഒഴിച്ച് കഴുകാനാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് സർഫ് ഇതുവരെ കാണാത്തവരെന്ത് ചെയ്യും, വെള്ളം ഒഴിച്ചിട്ട് തന്നെ കഴുകിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മുടെ മെത്തഡോളജി കുറച്ച് മാറ്റിയാൽ യു ക്യാൻ എക്സൽ വെൽ. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മൾ ഇപ്പോൾ ഫിസിക്സ് പഠിപ്പിക്കുമ്പോൾ ആരുടെ ഫിസിക്സ് കാണണം? ലോകത്തിലെ ഏറ്റവും നല്ല ഫിസിക്സ് ടീച്ചർ ആരാ? അറിയില്ല. ലവ് ഫോർ ഫിസിക്സ് എന്നൊരു പുസ്തകം കേട്ടിട്ടുണ്ടോ? അതാണ് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വിചാരിച്ചാൽ നമ്മുടെ ഈ ചെറിയ വേൾഡിൽ നിന്നും യു മസ്റ്റ് ഗെറ്റ് ഇൻ ടു എ ബിഗ്ഗർ വേൾഡ്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ കാണുന്നതും കേൾക്കുന്നതും ഒക്കെ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. ആ സാറ്റിസ്ഫാക്ഷനാണ് ഈ പഠിപ്പിക്കുമ്പോൾ കിട്ടുന്ന ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത്.
ആ വാൾട്ടർ ലെവിൻ എന്ന് പറഞ്ഞിട്ടൊരാളുണ്ട്, ആ കണ്ടിട്ടുണ്ടോ? ഇല്ല സാർ, എനിക്ക് ബുക്സ് ഒക്കെ പറയാം, എനിക്ക് വായിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമായി. എനിക്കാണെങ്കിൽ ഇപ്പൊ പഠിപ്പിച്ചു തുടങ്ങി കഴിഞ്ഞപ്പോ പഠിപ്പിക്കാൻ ഭയങ്കര ആഗ്രഹം. ഞാനിപ്പോ ഫുൾ ടൈം ഇരുന്ന് ഇതിനെ കുറിച്ച് അതുകൊണ്ടാണ് ഞാൻ വായിച്ചുകൊണ്ടിരിക്കും. പറഞ്ഞത് തൻ്റെ വിശപ്പുണ്ട്, തനിക്ക് വിശപ്പ് മാറാത്തതുകൊണ്ടാണ് ഈ ബാക്കി പ്രോബ്ലംസ് ഒക്കെ. ആ വിശപ്പ് ഭക്ഷണത്തിൻ്റെ വിശപ്പല്ല ഞാൻ പറഞ്ഞത്, ഉം, മനസ്സിലായോ? ഉം. അപ്പോൾ ആരുടെ പേരാണ് ഞാൻ പറഞ്ഞത് ഇപ്പം? വാൾട്ടർ ലെവിൻ. നല്ല ബുദ്ധിയുണ്ട് എൻ്റെ കുട്ടിക്ക്. എന്റെ പിള്ളേരെ വാൾട്ടർ ലെവിനെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇങ്ങനെയും ടീച്ചർമാരാവാമെന്ന്. ആണോ? ആ, ആ, ആ. എന്നെ ഫിസിക്സ് പഠിപ്പിച്ച മാഷുണ്ട്, അദ്ദേഹം ബയോളജിയാണ് BSc. ഉം, ഉം. എന്നെ പഠിപ്പിച്ചിട്ടില്ല, പക്ഷേ ഞാൻ ക്യാമ്പ് നടത്തുമ്പോൾ അവിടെ വന്ന് ഒരു ദിവസം അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്യും ടൈം. പുള്ളി BSc ബയോളജി ആണോ? അതെ, ഫിസിക്സ്. ബയോളജിയാണ്, പക്ഷെ പഠിപ്പിക്കുന്നത് ഇംഗ്ലീഷും ഫിസിക്സും ലാംഗ്വേജും എല്ലാം പഠിപ്പിക്കും സ്കൂളിൽ. പഴയ മാഷ, 90 വയസ്സായി. പക്ഷെ ഇപ്പോഴും ഞാൻ ക്യാമ്പ് നടത്തുമ്പോൾ ഒരു ദിവസം അദ്ദേഹം ക്ലാസ് എടുക്കാൻ വരും. വരുമ്പോൾ 2 ബാഗിൽ നിറയെ എക്സ്പെരിമെൻ്റുള്ള സാധനം കൊണ്ടാണ് വരിക. പഠിക്കുന്ന വിദ്യാർത്ഥികളെന്ന് പറഞ്ഞാൽ ബിടെക്കുകാരൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ഇൻഫോസിസ് മാനേജർമാരായിരിക്കും, അവരൊക്കെ പഠിപ്പിക്കും. പഠിപ്പിക്കുന്നത് ബേസിക് ഫിസിക്സ് പ്രിൻസിപ്പിൾ എക്സ്പെരിമെൻറ്റിലൂടെയാണ്, മനസ്സിലായോ? ഇടയ്ക്ക് വിളിക്കും എന്തേ ക്യാമ്പില്ലാത്തവരൊക്കെ. ഞാൻ മില്ലേനിയം സ്കൂളിൽ ക്യാമ്പ് നടത്തിയ സമയത്ത് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു മാഷുണ്ട് എനിക്ക്. അപ്പോൾ ഇൻ്റർവെൽ സമയത്ത് ഒരു കുട്ടി എന്നെ വന്ന് കണ്ടിട്ട് പറഞ്ഞു, ഞാൻ ഇപ്പം അങ്ങ് പറഞ്ഞ മാഷുടെ കൊച്ചുമകളാണ്. അയ്യോ. അപ്പം ആ മകളുടെ ഒരു അഭിമാനം ഒന്ന് ആലോചിച്ച് നോക്കാം, അല്ലേ? അപ്പം നമ്മൾ മറക്കാതെ സൂക്ഷിച്ചു വെക്കുന്ന ചിലരൊക്കെ നമ്മൾ ഓർക്കുമ്പോൾ നമ്മൾ പഠിപ്പിക്കുന്ന ഓരോ കുട്ടിയും അങ്ങനെ ആവണമെന്ന് വിചാരിക്കണം. ചേച്ചിയുടെ മകള് അന്ന് ചെറിയൊരു കാര്യമായിരിക്കും, ഒരു 1000 പേര് വരുന്നു, അല്ലേ? അപ്പം നമ്മൾ അങ്ങനെ പറയുന്ന കാര്യങ്ങൾ ഇമ്പ്രസീവ് ആവണമെങ്കിൽ നമ്മൾ അതിൽ ഹൈലി ഇൻവോൾവ്ഡ് ആവണം. ആ ഇൻവോൾവ്ഡ് ആവുന്ന സമയത്ത് മക്കളോടൊന്നും പറയണ്ട പഠിക്കാൻ. അത് കാണുമ്പോൾ മക്കൾ പറയും എൻ്റെ അമ്മ കണ്ടില്ല എത്ര ഇൻവോൾവ്ഡ് ആണോ ഒരു കാര്യത്തിൽ. അത് പറയും, എപ്പോഴും പറയും. അതിന് കളിയാക്കലാണ് എന്റെ വീട്ടില്. ഇങ്ങനെ ഒരു പഠിപ്പിയെ ഞാൻ കണ്ടിട്ടില്ല, ഫുൾ ടൈം പഠിത്തമാണ്. അമ്മയുടെ കൂടെ എങ്ങനെയാണ് സ്കൂളിലൊക്കെ കുട്ടികൾ കൂട്ടുകൂടി ചോദിക്കും ഇങ്ങനെ പഠിപ്പിയായോണ്ട്. കാരണം ഫുൾ ടൈം ഞാൻ ഇതായിരുന്നു കാണണം. ചിലപ്പോ തോന്നി ഇതൊരു ഒബ്സെഷനായി മാറിയോന്ന് ചിലപ്പോ നല്ലതാ, തോന്നാം. അങ്ങനെ ആവണം. ആണോ? ഇഫ് യു ആർ എൻജോയിങ് ദാറ്റ് ഈസ് ഗുഡ്. യു ആർ എൻജോയിങ്. നല്ലോണം എൻജോയ് ചെയ്യുന്നുണ്ട്, നല്ലോണം എൻജോയ് ചെയ്യുന്നുണ്ട്. ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ തരുന്നുണ്ട്. ഇതിൽ പഠിപ്പിക്കുന്ന സമയത്തിൽ കിട്ടുന്ന സന്തോഷം എനിക്ക് തോന്നുന്നു വേറെ ഒന്നിലും എനിക്കിപ്പോ കിട്ടുന്നില്ല. അടുത്ത കാലത്ത് ഞാൻ ഇരിങ്ങാലക്കുട വന്ന സമയത്ത് ചാലക്കുടിയിൽ നിന്ന് ഒരു ടീച്ചർ വന്നു. ഏതോ സ്കൂളിൽ മലയാളം പഠിപ്പിക്കണം 10ാം ക്ലാസ്സിൽ. ഞാൻ ഗുരുവായൂർ എന്നൊരു പ്രോഗ്രാമിന് പോവാണ്. എന്നെ കാണണം എന്ന് പറഞ്ഞപ്പോൾ സമയത്ത് ഞാൻ ഗുരുവായൂർ ഒരു പ്രോഗ്രാമിന് പോകുന്നുണ്ട്, വേണമെങ്കിൽ വണ്ടിയിലിരുന്നാൽ 1 മണിക്കൂർ കിട്ടും. തിരിച്ചും വരുമ്പോൾ അന്ന് മലയാളം രാമായണ ഞാൻ രാമായണത്തിൻ്റെ പ്രഭാഷണത്തിലാണ് പോണത്. അപ്പോൾ പോകുന്ന വഴിയിൽ മലയാളം ടീച്ചറാണല്ലോ, രാമായണത്തിലെ കുറേ കാര്യങ്ങളൊക്കെ ഒന്നും അറിയില്ല. അതിന് താല്പര്യമില്ല എന്ന് മാത്രമല്ല, ഒന്നും അറിയൂല്ല. അവരാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ പഠിപ്പിക്കുന്ന കുട്ടികൾ എങ്ങനെയാവും? അപ്പം നമുക്ക് താല്പര്യവും അറിവ് നേടാൻ ആഗ്രഹവും ഉണ്ടെങ്കിൽ പഠിപ്പിക്കുന്ന കുട്ടികളിൽ അത് ഇഞ്ചക്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, ആ ആഗ്രഹം ഇഞ്ചക്ട് ചെയ്യാൻ പറ്റിയാൽ മതി, അവർ പഠിച്ചോളും. പിന്നെ അപ്പം നന്നായിട്ട് പഠിപ്പിക്കുക, അത് എൻജോയ് ചെയ്യുക, അതാണ് ഏറ്റവും നല്ല ജോലി. അതിൽ ആരെങ്കിലുമൊക്കെ വലിയ നിലയിലൊക്കെ എത്തുകയോ അവർ അതിൻ്റെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ ഒരു കോൾ ഉണ്ടായിരുന്നു, ഞാൻ എന്താ കുറച്ച് വൈകിയത്. അപ്പോൾ 10 ദിവസത്തെ തിരുവനന്തപുരം ക്യാമ്പ് കഴിഞ്ഞു, വലിയ ഗുണമായി. ഞാനും മാറി, മകനും മാറി. ഇപ്പോൾ വീട്ടിൽ ഹാപ്പിനെസ് ആണ്. അവന് മാർക്ക് കിട്ടുമോ എന്ന് എനിക്ക് അതിന് മുമ്പൊക്കെ മാർക്കിൻ്റെ വേവലാതിയായിരുന്നു. അപ്പോൾ മാർക്കിൻ്റെ വേവലാതിയല്ല, വി ആർ എൻജോയിങ്, വി ആർ ലിവിങ്. മനസ്സിലായി? ആ ജീവിതമാണ്. ഒരാൾ കുക്ക് ചെയ്യുന്ന സമയത്ത് വാ നമുക്കൊന്ന് കുക്ക് ചെയ്യാൻ കൂടെ, ഒന്നിത് കട്ട് ചെയ്യൂ, ഒന്നിത് അങ്ങനെ പറയുന്ന സമയത്ത് അവർ ഇൻവോൾവ്ഡ് ആവും. നീ എന്താ കുക്ക് ചെയ്യാത്തതെന്ന് നമ്മളിവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞാൽ കുക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പം നല്ല ബുക്ക് മേടിക്കും. ഇപ്പോൾ വാൾട്ടറിൻ്റെ ഒരു വീഡിയോ കാണാം, എന്നിട്ട് അത് TV-യിൽ പ്രൊജക്റ്റ് ചെയ്തിട്ട് അത് കാണാം. മോനെ ഇത് എനിക്കെന്താ കണ്ടാലെന്ന് പറഞ്ഞാൽ ഇതൊന്ന് നോക്കി എന്ത് ഭംഗിയായതെന്ന് പറഞ്ഞാലോ അറിയാണ്ട് നോക്കി പോവില്ലേ? അപ്പം അങ്ങനെ കാഷ്വലായിട്ട് അവനെ ഫോഴ്സ് ചെയ്യല്ല, കാഷ്വലായിട്ട് വഴുതി വീഴണം. ചോദ്യം ചോദിക്കാനുള്ള കഴിവ് കുട്ടികളിൽ ഉണ്ടാക്കി കൊടുക്കണം. അപ്പം നമ്മൾ കുറേ ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്തിനാ വെച്ചാൽ ആ ചോദ്യങ്ങൾ അതേപോലെ ചോദിക്കാൻ കഴിവുണ്ടെന്ന് വെച്ചാൽ അതുണ്ടാക്കിയെടുത്താൽ മതി.
ഒന്നും ഒരു അത് ആ ആറ്റിറ്റ്യൂഡ് വരാനുള്ള ടെസ്റ്റിങ്ങും പ്രായവും ആയിട്ടില്ല. ഒന്നും ആയിട്ടില്ല. ആ, 10ാം ക്ലാസ് വരെ ഒന്നും നമ്മൾ ആയിട്ടില്ല. അപ്പൊ ഈ ബഫേല് ഭക്ഷണം കൊടുക്കുന്നത് പോലെയാണ്. ഓരോന്നും ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്, മാത്സ്, സത്യം ഫിസിക്സ്, എല്ലാം കെമിസ്ട്രി, ടേസ്റ്റ് ചെയ്ത്. ബയോളജി ഒക്കെ. എന്നിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ താല്പര്യം, എനിക്കിപ്പോൾ വിശക്കണില്ല പറഞ്ഞാൽ വിശക്കണില്ല, അത്ര. പണ്ട് കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞിട്ടുണ്ട്, 10ാം ക്ലാസ് കഴിയുമ്പോൾ എല്ലാ പിള്ളേരും വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കുക. എന്നിട്ട് ഒരു കൊല്ലം തണ്ടി തിരിഞ്ഞ് തിരിച്ച് വന്നിട്ട് എനിക്ക് ഇന്നത് പഠിക്കണം എന്ന് പറഞ്ഞാലേ പഠിപ്പിക്കാവൂ, അല്ലെങ്കിൽ ഒരു ടേസ്റ്റും ഇല്ലാണ്ടാ പഠിക്കാൻ. ഇങ്ങനെ 10th കഴിഞ്ഞിട്ട് നമ്മൾ എന്താ അവനോട് മാത്സ്, എടുക്കാൻ പറയാ? ഫിസിക്സ്, സയൻസ് കെമിസ്ട്രി, എടുക്കാൻ ബയോളജി നമുക്ക് അത് വിട്ട് എടുക്കാൻ പറയാ. കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് അതിലേക്ക് വരാൻ ബുദ്ധിമുട്ടാണ്. ബുദ്ധിമുട്ടാ. ആ, അത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തിലേക്കും ചാടാം. ആടാ. ഇരുവഴിയിൽ പെരുവഴി നല്ലു എന്നാണ്. വലിയ വഴികളിൽ പോകാൻ നല്ലത്. എപ്പോൾ വേണമെങ്കിലും ഇടവഴിയിലൂടെ, ചെറിയ വഴികളിലൂടെ പോകാം. ഇപ്പം 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് സൈക്കോളജി പഠിച്ചൊരു കുട്ടി ജീവിതത്തിൽ പിന്നെ മാത്സ് പഠിക്കാൻ പറ്റുമോ? ഇല്ല, പിന്നെ ബയോളജി പഠിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഇപ്പം നല്ലപോലെ പഠിക്കാം. അത് വ്യത്യസ്തമായിട്ടുള്ള വിഷയങ്ങളിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്, അതിൽ കഷ്ടിപ്പാസ്സായാലും മതി. അപ്പൊ ഇന്നലെ കുറച്ച് ഇന്റർവ്യൂകളൊക്കെ ചെയ്തോണ്ടൊക്കെയോ ഞാനും അവനും കൂടി ഇരുന്നിട്ട് പിങ്ക് മലയാളം എന്ന് പറഞ്ഞിട്ട് ഒരു ചാനലില് ഒരു അനൂപ് സി ജോസ് എന്ന് പറഞ്ഞിട്ട് ഒരു എക്സ് സയന്റിസ്റ്റിന്റെ ഒരു ഇന്റർവ്യൂ ഇങ്ങനെ കേൾക്കാൻ. അപ്പൊ അവന് ഇഷ്ടമായി. അപ്പൊ എന്റെ അടുത്ത് ചോദിച്ചു, ആസ്ട്രോ ഫിസിക്സ് എടുത്ത് പഠിച്ചാൽ എന്താ? എന്ത് വേണമെങ്കിലും പഠിച്ചോളാം. പക്ഷെ ഇപ്പം ആലോചിക്കരുത്. 12ാം ക്ലാസ് വരെ ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് മാറി 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 പോകണം. എന്നിട്ട് പറ്റുന്ന എല്ലാ എൻട്രൻസ് എക്സാം എഴുതണം. ആ എല്ലാ എൻട്രൻസും എക്സാം എഴുതിയിട്ട് എവിടെ കിട്ടുന്നോ അവിടെ ചേരണം. ഏതൊക്കെ ഒരു 4 ഓപ്ഷൻ കിട്ടുന്ന സമയത്ത് അതിൽ ഏതാ വേണ്ടതെന്നുള്ളത് അപ്പോൾ ഒന്ന് ലോജിക്കലി ആലോചിക്കാൻ മാത്രം. മകൻ്റെ സാമീപ്യം അച്ഛൻ്റെയും അമ്മയുടെയും അടുത്ത് പറ്റുന്നത്രയും ഉണ്ടാവണമെന്ന് ഞാൻ പറയും. അത് ഗുണമായാലും ദോഷമായാലും കുഴപ്പമൊന്നുമില്ല. 12ാം ക്ലാസ് വരെയെങ്കിലും കൂടെ നിർത്തിയാൽ ഗ്രാജുവേഷൻ കഴിഞ്ഞാൽ പിന്നെ അവരെ പിടിച്ചാൽ കിട്ടില്ല. അതുകൊണ്ട് അതുവരെ കൂടെ തന്നെ ഉണ്ടാവും. കാരണം പിന്നെ അവരെ കിട്ടില്ലല്ലോ കയ്യിൽ. ഇല്ല ഇല്ല. സാർ പണ്ട് ഞാൻ ഓർക്കുന്നു, വർഷങ്ങൾക്ക് മുമ്പ് 96.7 ഇവിടെ റേഡിയോയിൽ പറഞ്ഞത്, ഒരു കാരണവശാലും കുട്ടികളെ ഹോസ്റ്റലിലാക്കരുത്, നമ്മൾ അവരുടെ കൂടെ വേണമെന്ന്. അന്നേ ഞാൻ അപ്പൊ വിചാരിച്ചു നോക്ക്, അന്നാണ് അത് എനിക്ക് മനസ്സിലായി. കാരണം പലരും പറയും ഹോസ്റ്റലിൽ പോയി കഴിഞ്ഞാൽ ഇൻഡിപെൻഡന്റ് ആവും, കൂടെ നിർത്തുന്നോണ്ടാണ് വഷളാവുന്നത്. എന്റെ ഹസ്ബൻഡ് തന്നെ 10 പ്രാവശ്യം പറയും. ഇപ്പം 10ാം ക്ലാസ് കഴിഞ്ഞൊരു കുട്ടി എൻ്റെ ആലപ്പുഴ ക്യാമ്പിൽ വന്നു. ഞാൻ ഇന്നലെ പറഞ്ഞു, അത് അവൾക്ക് IAS ആവണം, പിന്നെ ലോ സ്കൂളിൽ പഠിക്കണം എന്നൊക്കെ. ഞാൻ നീ വീട്ടിലിരുന്ന് പഠിച്ചാൽ മതി, അതിൻ്റെ ആവശ്യമില്ല. ഇന്നിപ്പോൾ അയച്ചു അവൾ. എല്ലാ ദിവസവും എനിക്ക് ന്യൂസ് വായിച്ചിട്ട് അയക്കും. ഇന്ന് എന്നോട് ചോദിച്ചു, ഇന്നലത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്തിരുന്നു അവൾ. ഇന്നലെ ഒരു ക്ലാസ്സിൽ ഒരു ബുക്ക് പറഞ്ഞല്ലോ, അതെനിക്ക് എവിടെയാണ് കിട്ടുക? ഞാൻ വെബ്സൈറ്റ് നോക്കി, അവിടെ ഒന്നും കിട്ടിയില്ല, ഇനി എന്താ ചെയ്യേണ്ടത്? അപ്പം ഞാൻ പറഞ്ഞു, ഇന്നതാണ് ബുക്ക്, ഇന്ന് മുതൽ താനത് എഴുതാൻ പോകാന്ന് പറഞ്ഞു. അത് മേക്കേഴ്സ് ഓഫ് ഇന്ത്യ ആണ്. കുറേ ആൾക്കാരുടെ പേര് മാത്രം ലിസ്റ്റ് ചെയ്തിട്ടേ ഉള്ളൂ. അത് എനിക്കെന്നറിയുന്ന എൻ്റെ മനസ്സിൽ വന്ന 1000 പേരുടെ പേര് മാത്രം ലിസ്റ്റ് ചെയ്തൊരു ബുക്കാണ്. അപ്പം ഞാൻ പറഞ്ഞു, അത് വേണ്ട, ഇനി മോൾ എന്ത് ചെയ്യണം? മോള് അത്രയും ആൾക്കാരുടെ മനസ്സിൽ തോന്നുന്നവർ, അത് 30 പേരായാലും മതി, 300 പേരായാലും മതി, 3000 ആണെങ്കിൽ 3000 വരെ എഴുതാം. അങ്ങനെ ഓരോ കാറ്റഗറി വെച്ചിട്ട് എഴുതാനുള്ള അസൈൻമെൻറ്റ് കൊടുത്തു. ആ അസൈൻമെൻ്റ് ആണ്. ഇനി സ്കൂളിൽ പോയാൽ അത് പറ്റില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ സ്കൂളിൽ പോയാൽ വഷളാവും. എല്ലാ ദിവസവും ന്യൂസ് വായിക്കും. Death toll in Ceuta, migrant rush rises to 72. BNP authorizes Rahman's to finalize nominee for presidential elections. 2 firefighting helicopters collide while battling wildfire in Greece. That concludes today's top international headlines. Thank you for joining me. ഇത് വായിക്കുന്ന സമയത്ത് ഏത്, എവിടെ, എന്ത് നടക്കുന്നു എന്ന് പറയുമ്പം ആ സ്ഥലം ലൊക്കേറ്റ് ചെയ്യാൻ പഠിക്കുക. അപ്പോൾ ജിയോഗ്രഫി പഠിച്ചു. ആ ആൾക്കാരെ പറ്റി പറയുമ്പോൾ അയാളുടെ ഹിസ്റ്ററി പഠിക്കുക. അങ്ങനെ ഓരോ സംഭവം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വിവരം. ഇപ്പം ഇന്ന് ഞാൻ എൻ്റെ ബാംഗ്ലൂർ ഉണ്ടായിരുന്ന യൂണിവേഴ്സിറ്റിയുടെ ഒരു ലെക്ചർ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പം അതിൽ ആ ഒരു ഹാളിൻ്റെ പേര്, ആ ഹാളിൻ്റെ പേര് കേൾക്കുന്ന സമയത്ത് ഉടനെ തന്നെ ഞാൻ ആ ഹാളിൻ്റെ പേര് ഏത് ലാംഗ്വേജിൽ നിന്നാണ് അവരെടുത്തത്, മനസ്സിലായോ? അത് പറയുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു നോളജ് ഉണ്ടല്ലോ. അത് ആ ഒരു യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ പഠിക്കുന്ന ഒരു കുട്ടി ചിലപ്പോൾ 4 വർഷം കഴിഞ്ഞാലും അത് ആലോചിച്ചു എന്ന് വരില്ല. അപ്പോൾ എന്തിനാ അത് ചോദിക്കണം എന്ന് ചോദിച്ചാൽ, അത് ചോദിക്കുമ്പോൾ ആ ഹാളിൻ്റെ പേര് കേൾക്കുമ്പോൾ അതും ബന്ധപ്പെട്ടിട്ടുള്ള ജനറൽ നോളജ് കളക്ട് ചെയ്യുമ്പോൾ ആ ഒരു സ്വഭാവം ഉണ്ടാക്കിയെടുക്കാനാണ്. മനസ്സിലായോ? അങ്ങനെ ഓരോ സംഭവങ്ങളും
നമ്മൾ കൂട്ടി 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 വരുന്ന നോളജാണ്. അത് ഒരു പ്രോവർബായിട്ട് വരുന്ന, അല്ലെങ്കിൽ അത് ഭക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന, അങ്ങനെ കുറേ നോളജുകൾ ആഡ് ചെയ്യുമ്പോൾ അത് സിലബസിലുണ്ടോ അല്ലെങ്കിൽ അതെനിക്ക് ഭക്ഷണം തരുമോ ഒന്നും അല്ല ആലോചിക്കേണ്ടത്. അത് നാളെ എനിക്ക് എന്തിനാ ഉപയോഗിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും അറിയില്ല. പക്ഷേ ഈ ചോദ്യം ചോദിക്കാനുള്ള അല്ലെങ്കിൽ മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാക്കിയെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ, എനിക്കറിയാം എന്നുള്ള ബോധം, അതാണ് വേണ്ടത്. കണ്ണില്ലെങ്കിൽ നമുക്ക് ജീവിക്കാം, ആരെങ്കിലും എൻ്റെ കൈ പിടിച്ച് നടക്കും. അതുപോലെ അല്ലല്ലോ വേണ്ടത്. കണ്ണുള്ള സമയത്ത് ഞാൻ നോക്കി നടക്കുമ്പോഴല്ലേ എനിക്ക് അതിൻ്റെ സന്തോഷം. നമ്മൾ 2 തരത്തിലാണ്. ഒന്ന്, ഇപ്പം അവരെ കൊണ്ടുപോയി കാണിക്കും, അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവാൻ. എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് ഞാൻ പോകുന്നു, താൻ വരുന്നു എൻ്റെ കൂടെ. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഞാൻ എൻ്റെ കുട്ടിയെ ക്ലാസ്സിൽ പാട്ടിന് പഠിപ്പിക്കാൻ വേണ്ടി ചേർക്കുന്നു. അത് ഞാൻ പാട്ട് പഠിക്കാത്ത ആളാണ്. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ഒരു ബുക്ക് റിലീസിന്റെ പ്രോഗ്രാമിന് പോയ സമയത്ത് ഒരു പാട്ട് പാടി. ഞാൻ പാട്ട് പഠിച്ചിട്ടേ ഇല്ല, എനിക്കൊന്നും അറിയില്ല. പക്ഷെ ആ പാട്ട് കേട്ട സമയത്ത് ഇങ്ങനെ അല്ലല്ലോ ഒറിജിനല് യേശുദാസും സുബ്ബലക്ഷ്മിയൊക്കെ പാടിയത് എന്ന് പറഞ്ഞ് തപ്പി നോക്കിയ സമയത്ത് അവർ രാഗം മാറ്റിയിട്ടാണ് പാടിയത്. അപ്പോൾ പാട്ട് കഴിഞ്ഞ ഉടനെ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഏത് രാഗത്തിലാണ് പാടിയത്? ഈ രാഗത്തിലല്ലല്ലോ സുബ്ബലക്ഷ്മി പാടിയത്. എനിക്ക് പാട്ടും അറിയില്ല, രാഗവും അറിയില്ല. പക്ഷെ ആ ഇരിക്കുന്ന സമയത്ത് എൻ്റെ ഫോക്കസ് എന്ന് പറയുന്നത് അതാണ്, വേറെ ആലോചിക്കാനൊന്നുമില്ല എനിക്ക്. അപ്പോൾ ആ പ്രസൻറ്റിൽ നമ്മൾ ജീവിക്കുമ്പോൾ അത് എന്തിനാണ് ചോദിക്കുന്നത്, ഞാൻ പാട്ട് അറിയുന്നു, അതൊന്നുമല്ല. ആ സമയത്ത് ഞാനതിനെ അനലൈസ് ചെയ്യുന്നു, ജഡ്ജ് ചെയ്യുന്നു. ആ ബോധം എന്നിൽ ഉണ്ടാവുമ്പോൾ നമ്മുടെ കൂടെയുള്ളവർക്കും അതൊരു താല്പര്യമായിട്ട് മാറും. അപ്പോൾ ഉടനെ ആ ശശിയായിട്ട് അത് മാറ്റിയിട്ടാണ് പാടിയത്. അപ്പോൾ വേറൊരാൾ പറഞ്ഞാൽ അല്ലല്ലോ, അല്ല പറഞ്ഞു. ഇദ്ദേഹം പറഞ്ഞാൽ പിന്നെ അതിനെ എതിർത്ത് പറയാണ്ടിരിക്കുക നല്ലത്. കാരണം കറക്റ്റായിട്ട് നോക്കിയിട്ടാണ് പറയുക, പഠിച്ചിട്ടാ വന്നിട്ടുണ്ടാവുക. മനസ്സിലായി? അതെനിക്കറിയാമെന്നല്ല പറഞ്ഞത്, അയാൾ പഠിച്ചിട്ടാ വന്നിട്ടുണ്ടാവുക. ഞാനിപ്പോൾ ജീവിക്കുന്നത് പ്രസൻറ്റിലല്ലേ, ഇപ്പോൾ ഇരിക്കുന്ന വേറെ ഒന്നും ആലോചിക്കില്ല. അതുകൊണ്ടാണ് കുറച്ച് ഡിലേ ആവുന്നത്. ഡിലേ ആവാതെ ഞാൻ കട്ട് ചെയ്താൽ പിന്നെ അത് ആലോചിച്ചുകൊണ്ടിരിക്കും. അതിനിടയിൽ സർവൻ മെയ്ഡ് വന്നു. അത് തിരക്കില്ലാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് ഇന്ന് മുതൽ 200% ബിസി. ബിസി അല്ലാണ്ടിരിക്കുമ്പോഴല്ലേ കഴിഞ്ഞ് വരാൻ പോകുന്നൊക്കെ ആലോചിക്കുള്ളൂ. നമ്മൾ ബിസി ആയാലോ വേറെ സമയമില്ലല്ലോ നമുക്ക്. ഞാനിപ്പോ ഒരു ഡോക്ടറെ അടുത്ത് പോയിട്ട് എൻ്റെ കുട്ടി, ഞാനിപ്പോൾ അതാ പറഞ്ഞത്, ഇപ്പം ഞാൻ പോയിട്ട് എൻ്റെ കണ്ണട പോയി ടെസ്റ്റ് ചെയ്താൽ ഇത് മാറ്റാൻ പറയും. മനസ്സിലായി? ഞാനിപ്പോൾ എൻ്റെ പല്ല് പോയി ഒരു ദന്തിസ്റ്റിനെ കാണിച്ചാൽ എവിടെയെങ്കിലും ഒരു കുഴിയോ കറുപ്പോ കാണിക്കും, പിന്നെ അത് തോണ്ടിക്കൊണ്ടേയിരിക്കും. മനസ്സിലായോ? ഒരു പ്രശ്നമില്ല. നമുക്കിപ്പോൾ ജീവിക്കാൻ ഇപ്പം തൽക്കാലം എവിടെയെങ്കിലും വേദനയുണ്ടോ? ഒരു വേദനയില്ല. നിങ്ങൾ വിചാരിച്ച വേദനയില്ല. അതിനെക്കുറിച്ച് ചിന്തിക്കാൻ സമയമില്ലല്ലോ എനിക്ക്. അതിനേക്കാളും വലിയ കാര്യങ്ങൾ ആലോചിക്കണം. അപ്പോൾ കഴിഞ്ഞ 3 കൊല്ലം മുമ്പ്, അതിനു മുമ്പ് ഇന്ന് നടന്നു, പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞോണ്ട് എന്താ കാര്യം? പുതിയ കാര്യം ഉണ്ടാക്കാത്തോണ്ടാണ്. അല്ല, എനിക്ക് സ്ട്രെസ് ഒട്ടും പറ്റത്തില്ല. എനിക്ക് അതായത് അപ്പൊ എനിക്ക് പാനിക് അറ്റാക്ക് വരും. സ്ട്രെസ് നല്ലപോലെ പറ്റും എല്ലാ മനുഷ്യനും. അത് ടെൻഷൻ ആവുമ്പോഴാണ് കുഴപ്പം. 2 വാക്കുകളുണ്ട്, ഒന്ന് സ്ട്രെസ്, ഒന്ന് ടെൻഷൻ. മനസ്സിലായോ? ഇപ്പം എനിക്ക് 10:30 വരാൻ പറ്റിയില്ല എന്നുള്ളൊരു സ്ട്രെസ് എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ സമയമാവുന്ന സമയത്ത് മെസ്സേജ് അയക്കുന്നതും ഞാൻ സോറി പറയുന്നത് ഒക്കെ ആ സ്ട്രെസ് ഉള്ളതുകൊണ്ടാണ്. അതില്ലെങ്കിൽ വരുമ്പോൾ വരാമെന്ന് വിചാരിച്ചു അങ്ങനെ ആവാൻ പറ്റില്ല എനിക്ക്. കാരണം ഞാൻ പങ്ക്ച്വലാണ് എൻ്റെ ജീവിതത്തിൽ. മനസ്സിലായി? അപ്പോൾ ആ സ്ട്രെസ് എന്ന് പറയുന്നത് എന്നിൽ ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ അതിൽ അത് എനിക്ക് ടെൻഷനായിട്ട് മാറുമ്പോൾ എന്ത് പറ്റും? 11 മണിക്ക് ചേരുമ്പോഴും ഞാൻ പഴയ കഥ പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ 11 മണിക്ക് ചേർന്നപ്പോഴും അത് പറഞ്ഞില്ലല്ലോ. അതിൻ്റെ ഒരു കാരണം പറഞ്ഞു എന്നല്ലാതെ എൻ്റെ മുഖത്തൊന്നും കാണില്ല. എനിക്കത് പ്രഷറും അല്ല, ഒന്നും അല്ല, കുഴപ്പമില്ല. നമ്മളെക്കുറിച്ച് ആരും എന്ത് വിലയിരുത്തുന്നോ അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് അങ്ങനെയാണെന്ന് ആരെങ്കിലും പറഞ്ഞാലോ ഒന്നും നമുക്ക് ബാധ്യത അല്ല. അത് തൊട്ടടുത്തുള്ള ആൾ പോലും. യു ജസ്റ്റ് എൻജോയ് ദ പ്രസൻറ്റ് ടൈം ആൻഡ് സ്റ്റാർട്ട് ഡൂയിങ് വാട്ട് യു ലൈക്ക് ടു ഡു. അതാണ് ഇമ്പോർട്ടൻറ്റ്. ഓരോ നിമിഷം ജ്വലിതം ശ്രേയം നതു ധൂമയിതം ചിരം. ഓരോ നിമിഷവും ജ്വലിച്ച് ജീവിക്കുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തനിക്ക് വിശക്കുണ്ട്. ഉള്ളിൽ കുറേ തീയുണ്ട്, ആഗ്രഹങ്ങളുണ്ട്. പക്ഷെ അതിനെ ഒരു ചാക്കിട്ട് മൂടിയാൽ പുക ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ആ പുകയാണ് ഈ കാണുന്നത്.
ആ പുക വെറുതെ അനാവശ്യമായിട്ട് ആ ആ ആ കവർ അങ്ങോട്ട് എടുത്ത് മാറ്റിയാൽ അതിനാണ് ഡിസ്കവർ എന്ന് പറയാം. ഡിസ്കവർ യുവർ സെൽഫ്. ആ കവർ അങ്ങോട്ട് എടുത്ത് സാറിന്റെ വല്ല ഭഗവത്ഗീത ക്ലാസ് വല്ലതും ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ attend കുട്ടിയെ ചെയ്തോട്ടെ. ഭഗവത്ഗീത 10ാം അധ്യായം വരെ ഉണ്ട് ഇപ്പോൾ. അതേതോ മസ്കറ്റിലുള്ള ഒരു ലക്ഷ്മി. എനിക്ക് പക്ഷെ ഉണ്ടല്ലോ ലൈവ് ക്ലാസ് ആണ് ഏറ്റവും ഇഷ്ടം. ഇങ്ങനെ അങ്ങനെ ഇരുന്ന് കേൾക്കുന്നതില് നമ്മളപ്പോ എവിടെയെങ്കിലുമൊക്കെ പ്രോഗ്രാം ആക്കാം നമുക്ക്. അത് പക്ഷെ ഇത് ലൈവ് പോലെ തോന്നും. കാരണം ലക്ഷ്മിയാണ് മസ്കറ്റിൽ നിന്ന് ഈ പറഞ്ഞ ഇതേ ബിന്ദുവാണ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അത് ബിസിനസ്സിൻ്റെ കാര്യം ഡിസ്കസ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പിൽ ക്ലാസ് എടുക്കാൻ വേണ്ടി വിളിച്ചു. അപ്പോൾ ലക്ഷ്മി എന്നെ കണ്ടു. ലക്ഷ്മി അവിടെ തന്നെ എന്നെ കോൺടാക്ട് ചെയ്തു. നമുക്ക് കുറേ കാര്യങ്ങൾ സംസാരിക്കാമെന്ന് പറഞ്ഞു. അവർ കുറച്ച് തീവ്ര ഹിന്ദുയിസത്തിൻ്റെ ആൾക്കാരൊക്കെയാണ്. പക്ഷേ ഞാൻ പറഞ്ഞു ഭഗവത്ഗീതയാണെങ്കിൽ ഞാൻ പഠിപ്പിക്കാം, ഇടയ്ക്ക് എന്തെങ്കിലും ചോദ്യങ്ങളൊക്കെ ആയാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഭഗവത്ഗീത പഠിപ്പിച്ചു തുടങ്ങി. 10ാം അധ്യായം വരെ എത്തി. അവൾ എപ്പോഴാണോ വന്ന് ചോദിക്കുന്നത് ആ സമയത്തേ ഞാൻ ക്ലാസ് എടുക്കാറുള്ളൂ. ഞാൻ അങ്ങോട്ട് പോയിട്ട് എന്തേ ബാക്കി നിർത്തിയെന്ന് അങ്ങനെ ചോദിക്കാറുമില്ല. ഇപ്പോൾ കഴിഞ്ഞ കുറേ കാലത്തിന് ശേഷം 3 മാസത്തിന് ശേഷം 10ാം അധ്യായം എടുത്തു. അടുത്ത് കേട്ടപ്പോൾ ഞാൻ പറഞ്ഞത്, ഓ എൻ്റെ ഭഗവത്ഗീത കേൾക്കുന്നുണ്ട് പലരും, വളരെ സീരിയസ് ആയിട്ട് പറയണം. എനിക്ക് സംസ്കൃതം 0 ആണ്, നോളജേ ഇല്ല എനിക്ക്. പക്ഷെ അത് വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഇൻ്റർപ്രിട്ടേഷൻ ഉണ്ട്. ഇപ്പം ഇന്നലെ രാമായണം പ്രഭാഷണമായിരുന്നു രാവിലെ. മിനിഞ്ഞാന്ന് രാത്രിയാണ് ഞാൻ എത്തിയത്. രാവിലെ ഇതേപോലെ എന്തോ പ്രോസസ് സമയം എല്ലാം കഴിഞ്ഞ് 10:30 നേരെ ചാടിക്കയറി. എന്താ പറയേണ്ടതെന്ന് ആലോചിച്ച സമയത്ത് ചുമ്മാ എന്തോ പറഞ്ഞു. പക്ഷെ അത് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു സംഭവം. നമ്മൾ നോക്കി വായിച്ചിട്ട് പറയുമ്പോൾ അത് കിട്ടുന്ന പോലെ അല്ല നമ്മുടെ ഉള്ളിൽ നിന്ന് വരുമ്പോൾ. എൻറ്റയർലി ഡിഫറെൻറ്റാണ് പറഞ്ഞത്. മനസ്സിലായി? കേട്ടിട്ട് അപ്പോൾ ഇപ്പോൾ ഇന്ന് മുതൽ തനിക്ക് ഫ്രീ സമയമില്ല, പഴയ കാര്യം ആലോചിക്കാൻ സമയമില്ല. പഴയത് ആലോചിക്കുകയാണെങ്കിൽ രാമായണം മഹാഭാരതമൊക്കെ ആലോചിക്കാം. 16 ലക്ഷം 12 ലക്ഷം മുമ്പുള്ള കാര്യം ആലോചിക്കാം. ഞാൻ വിചാരിക്കും അതൊക്കെ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാല് കുറെയൊക്കെ ചിന്താരീതിനെ കുറച്ചല്ല കുറേ മാറും. കുറെ അങ്ങനെ കുറെ സ്പിരിച്വൽ ആവണമെന്നും ഭയങ്കര ആഗ്രഹം. താൻ സ്പിരിച്വൽ ആണ്, ഞാനതാ പറഞ്ഞത്. മൂടിയിട്ടിരിക്കുകയാണ്, ആ വിശപ്പ് തന്നിലുണ്ട്. ഇന്ന് കേട്ടിട്ട് നല്ല പോലെ അത് അവനവൻ്റെ ഒരു ഇൻ്റർപ്രിട്ടേഷനിലൂടെ പഠിക്കാൻ ശ്രമിക്കുക. റിഫ്ലക്ഷൻസ് ആണ് വേണ്ടത്. ഞാൻ പറയുമ്പോൾ അതിലെന്താണ് റിഫ്ലക്റ്റ് ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യാൻ പറ്റുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു അറിവ് എന്ന് പറയുന്നത് വലിയ അറിവായിരിക്കും. അപ്പോൾ ആ തീ കെടുത്താതിരുന്നാൽ മതി. നല്ലപോലെ അത് കേട്ട് പഠിക്കാം. 10ാം അധ്യായം വരെ ഉണ്ട്. എല്ലാ ശ്ലോകം ബൈ ശ്ലോകമാണ്. യൂട്യൂബിൽ ജസ്റ്റ് ഇങ്ങനെ നോക്കിയാൽ മതി. ഇപ്പം അയച്ചത് എൻ്റെ കുട്ടിയെ ഇപ്പത് അയച്ചു കഴിഞ്ഞു. ജസ്റ്റ് അത് അപ്പം ചെയ്തില്ലെങ്കിൽ എനിക്ക് പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇത് കഴിഞ്ഞാൽ പിന്നെ തന്നെ കുറിച്ച് ഞാൻ ആലോചിക്കുന്നില്ല. ഒരു ചാപ്റ്റർ കഴിഞ്ഞ ഒരു സീരീസ് കഴിഞ്ഞു. ഓക്കെ, പിന്നെ ഇത് എഡിറ്റ് ചെയ്ത് ഇടുകയാണെങ്കിൽ ആ സമയത്ത് ഇപ്പം ഞാനിപ്പോൾ ഒരു ഡിസ്കഷൻ വന്നു. അപ്പം ഞാൻ പേഴ്സണൽ ആയിട്ടുള്ള കാര്യം കട്ട് ചെയ്തിട്ട് ബാക്കി ഒന്ന് എഡിറ്റ് ചെയ്തിട്ടോട്ടെ എന്ന് ചോദിച്ചു. ഇട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്കും ഇപ്പം ഇത് വന്നു. ഇനി അത് ഇടുവോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. കാരണം സ്ക്രീൻ ഗ്രാബാണ് ചെയ്യുക. ഇതൊന്നും ലൈസൻസ്ഡ് സോഫ്റ്റ്വെയർ അല്ല. ഓക്കെ, ഇപ്പം നേരത്തെ ഫോണിലായിരുന്നു, കാരണം സിസ്റ്റം ബിസി അല്ലേ. അപ്പോൾ അയാൾ മുഖം കാണുന്നേ ഇല്ല. ഞാൻ ആരോടോ പറയുന്ന പോലെ പറയുന്നു അല്ലാതെ ആ സൗണ്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ എൻ്റെ സൗണ്ടേ ഉള്ളൂ. അപ്പോൾ എവിടെയെങ്കിലും അവരുടെ ഫാമിലിയുടെ കാര്യമോ ഇഷ്യൂ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഭാഗം കട്ട് ചെയ്തിട്ട് തൻ്റെ സൗണ്ട് ഉപയോഗിച്ചോട്ടെ എന്ന് ചോദിച്ചു. ആ പെർമിഷൻ ചോദിച്ചിട്ടേ ചെയ്യാറുള്ളൂ. ചെയ്തോളാം. ഭഗവത്ഗീത പഠിക്കുന്ന സമയത്ത് ഞാൻ പഠിപ്പിക്കുന്ന എൻറ്റയർലി ഡിഫറെൻറ്റ് സ്റ്റൈലിലാണ്. 2 ശ്ലോകം കൊണ്ട് ഭഗവത്ഗീത തീർക്കാം. 700 ശ്ലോകമൊന്നും വേണ്ട. അപ്പോൾ തീർന്നു എന്നുള്ള ആലോചന വരും. പിന്നെ ആലോചിക്കുമ്പോൾ എന്നാൽ ഒരു 4 ശ്ലോകം കൂടി പഠിച്ചാൽ കുറച്ചും കൂടി വിശദമായിട്ട് ഭഗവത്ഗീത പഠിക്കാൻ തുടങ്ങി. അങ്ങനെ അത് അരമണിക്കൂർ കൊണ്ടും പഠിക്കാം, 1 മണിക്കൂർ കൊണ്ടും പഠിക്കാം, 1 ദിവസം കൊണ്ട് പഠിക്കാം, ഒരാഴ്ച കൊണ്ട് പഠിക്കാം. ജീവിതം ഫുൾ ഉണ്ടായാലും പഠിച്ചാൽ തീരുമില്ല. അപ്പോൾ ആ ലെവലിലേക്ക് നമ്മൾ പഠിക്കുമ്പോൾ ഇപ്പം ഇട്ടിരിക്കുന്നത് ഇപ്പം 2ാമതും അയാൾ ഇട്ടിട്ടുണ്ട്. ഞാൻ തന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ നോക്കുമ്പോഴാണ് കണ്ടത്. പണ്ടിട്ട ഒരു സംഭവം 2ാമതും ഇപ്പം ഞാൻ പറഞ്ഞ അതേ തോതിൽ ആ ഒരു ശ്ലോകം പറഞ്ഞിട്ട് ഇപ്പം ഇട്ടിട്ടുണ്ട്. ഞാനിപ്പം നോക്കുമ്പോഴാണ് കാണുന്നത്. ഞാൻ ആ പ്ലേലിസ്റ്റ് ഇടാൻ പോയതാണ്. 50ാമത്തേതാണ് ഇടേണ്ടത്. പക്ഷെ പണ്ട് തുടങ്ങിയ കാലത്ത് പറഞ്ഞത് ഇപ്പം അയാൾ റീപോസ്റ്റ് ചെയ്തിരിക്കുന്നുണ്ട്. ഇപ്പം തന്നോട് പറഞ്ഞത് അതുപോലെ വന്നില്ല ഇപ്പോൾ ഇവിടെ. എനിക്ക് വേണ്ടി വന്നതല്ല, തനിക്ക് വേണ്ടി വന്നത്. ആ റീപോസ്റ്റ് ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല, ഇപ്പോഴാണ് കാണുന്നത്. അപ്പോൾ എൻ്റെ പ്ലേലിസ്റ്റിൽ ഞാൻ ആഡ് ചെയ്തിട്ട് ഞാൻ ആ ലിസ്റ്റാണ് ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ 50 മുതൽ 41 വരെ കാണും. പക്ഷെ ഇപ്പോൾ ഇട്ടിരിക്കുന്നത് പഴയ ഒരു സംഭവം, ഇയാളോട് ഇപ്പം ഞാൻ പറഞ്ഞ സംഭവമാണ് ലാസ്റ്റ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് തുടങ്ങാം.
എന്നിട്ട് പിന്നെ ഗോ ബാക്ക് ടു 1 2 3 4 അപ് ടു 50. ആ ഓരോ ശ്ലോകം. അല്ല, ആദ്യത്തെ ചാപ്റ്റർ പറഞ്ഞിട്ടില്ല. വിഷാദം എനിക്കിഷ്ടമല്ല. പഴയ പഴംപുരാണം പറയേണ്ട കാര്യമൊന്നുമില്ല. വിഷാദം പറയുന്നതിന് പകരം നമുക്ക് ഇനി എന്ത് ചെയ്യാം എന്ന് പറയാം. കറക്റ്റ്. അപ്പം ഇനി എന്ത് ചെയ്യാന്ന് ആലോചിക്കാം. ഇനി എല്ലാ നിമിഷവും ബിസി ആയിരിക്കുക, എൻജോയ് ചെയ്യുക, പഠിക്കുക. എന്താ ഇതിനെ കൊണ്ട് കാര്യം എന്നൊന്നും ആലോചിക്കരുത്. എന്നോട് ആരെങ്കിലും ചോദിക്കുമ്പോൾ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ചോദിച്ചാൽ, എന്തിനാ ശ്വസിക്കണേ, എന്തിനാ ശ്വസിക്കണേ? ജീവിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ ജീവിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്വസിക്കുന്നത് പോലെയാണ്. അത്രേ ഉള്ളൂ എന്ന് വിചാരിക്കാം. വലിയ കാര്യങ്ങളൊന്നും കാണണ്ട. നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിനും കാരണം കാണേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പം തൽക്കാലം എൻജോയ് ചെയ്യാം. പക്ഷെ ആ എൻജോയ്മെന്റ് നാളെ അയ്യോ വേണ്ടായിരുന്നു എന്ന് തോന്നാത്ത വിധം മാറ്റിയാൽ മതി. ജീവിക്കുമ്പോൾ എല്ലാവരും ഒറ്റക്കാ ജീവിക്കണം. പക്ഷെ അതല്ലാതെ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടിൽ ഒരുക്കു കൂട്ടാൻ വേണ്ടിയിട്ട് ആരുടെയൊക്കെ കൂട്ടുകൂടുന്നു മാത്രം. ജീവിക്കുക എന്ന് പറയുന്നത് അല്ല, ആ ജീവിക്കുന്ന ആ സമയം എത്ര എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുമോ ആ ജീവിതമാണ് നമ്മുടെ ജീവിതം. അപ്പം എനിക്കിഷ്ടമുള്ള കാര്യം ഞാൻ ചെയ്യുന്നു. അതിനുവേണ്ടി നമ്മളിപ്പോൾ പലരും ഒരു വീട് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ വീട് വെച്ചു എന്ന് പറഞ്ഞാൽ ഞാനല്ലല്ലോ വെക്കണത്. കുറേ പേര് കൂടി ചേർന്നിട്ടല്ലേ വെക്കണേ. അതുപോലെയാണ് നമ്മുടെ ജീവിതം. വീട് എൻ്റെതാണ്. ഓക്കെ, ആ വീട് എന്ന് പറയുന്നത് ഉള്ളിലുള്ള സ്പേസ് ആണ്. എൻ്റെ വീട് എന്ന് പറയുന്നത് ഞാൻ വീട്ടിനകത്തല്ലേ ജീവിക്കണേ. വീട്ടിനകത്ത് എന്ന് പറയുന്ന സ്ഥലം എവിടെയാ? ഞാൻ ഈ ഇരിക്കുന്ന പ്രദേശമാണ് അല്ലേ. അതിൽ ഞാനൊരു വാൾ ഉണ്ടാക്കിയെന്ന് വിചാരിച്ചിട്ട്, വാളല്ലല്ലോ എൻ്റെ ലക്ഷ്യം. അതിനുള്ളിലുള്ള സ്പേസ് അല്ലേ എനിക്ക് വേണ്ടത്. അപ്പൊ ഇതിനല്ല എനിക്ക് ബോധറേഷൻ. എൻ്റെ ബോധറേഷൻ അതിനിടയിലുള്ള സ്പേസാണ്. അത് നന്നായിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ സ്പേസ് നമ്മൾ കണ്ടെത്തുന്ന അതാണ് ജീവിതം, അതാണ് ലൈഫ്. അതെനിക്ക് പറ്റും. പറ്റട്ടല്ല, പറ്റും. ശ്രമിച്ചാൽ ഒരു പണിയും ചെയ്യാൻ പറ്റില്ല. ഈ സ്പെക്സ് ഒന്ന് റിമൂവ് ചെയ്യാൻ ശ്രമിച്ചാട്ടെ. ഇട്ടിരിക്കുന്ന സ്പെക്സ് ഒന്ന് റിമൂവ് ചെയ്യാൻ ശ്രമിക്കുക. സ്പെക്സ് റിമൂവ് ചെയ്തുവല്ലോ. ശ്രമിക്കാനാ പറഞ്ഞു. ശ്രമിക്കാൻ പറ്റത്തില്ലല്ലോ. ആ അപ്പൊ പിന്നെ ശ്രമിക്കാന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കാര്യവും ശ്രമിക്കരുത്. ഒരു കാര്യവും ശ്രമിക്കരുത്. ചിരിക്കാൻ ശ്രമിക്കൂ എന്ന് പറഞ്ഞാൽ ചിരിക്കുമോ? ചിരിക്കാനേ പറ്റൂ. ഒന്നുകിൽ ചിരിക്കാം, അല്ലെങ്കിൽ ചിരിക്കാണ്ടിരിക്കാം. ചിരിക്കാൻ ശ്രമിക്കൂ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അപ്പൊ ഒരിക്കലും ശ്രമിക്കരുത്. നമ്മുടെ ഏറ്റവും വലിയ കുഴപ്പം എന്താ വെച്ചാൽ ജീവിതം ശ്രമകരമാണ് എന്ന് വെച്ചാൽ വേസ്റ്റാണ്. ഒന്നും ചെയ്യുന്നില്ല. ചെയ്യണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. ശ്രമിക്കുമ്പോൾ എന്താ ചെയ്യണം? നമ്മൾ ചെയ്യല്ല ചെയ്യണത്, അതിനെക്കുറിച്ച് ആലോചിക്കുകയാണ്. ഇപ്പം ആരെങ്കിലും ഒരാൾ നമ്മളൊരു മാരേജിനോ അല്ലെങ്കിൽ ഒരു പാർട്ടിക്കോ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ അപ്പം തന്നെ പറയും ഞാൻ വരില്ല. അങ്ങനെ പറയാം. ശ്രമിക്കുക എന്ന് പറഞ്ഞൂടെ? ഞാൻ എന്തിനാ ആളുകൾ പറ്റിക്കണേ? ഞാൻ ഒരു കാര്യത്തിലും ശ്രമിക്കാറില്ല. മനസ്സിലായി? ഞാൻ ചെയ്യുന്നു അത്ര. അപ്പം ഇനി മുതൽ എൻ്റെ കുട്ടി ശ്രമിക്കില്ല, ചെയ്യുള്ളൂ. ശ്രമിക്കുന്ന അർത്ഥമില്ല. ഒന്നുകിലും ചിരിക്കുക അല്ലെങ്കിൽ കരയാം. ദുഃഖേഷു അനുദിഗ്നമന സുഖേഷു വിഗത സ്പൃഹ വീത രാഗ ഭയക്രോധ സ്ഥിതതീർ മുന്നിരുച്ചത്. സുഖവും ദുഃഖവും ക്രോധവും ദേഷ്യവും ഒക്കെ ഉണ്ടാവും. പക്ഷെ അത് കൊണ്ടു നടക്കുന്നതിന് പകരം അത് കഴിഞ്ഞാൽ അപ്പം ബ്രേക്ക് ഇടുക, അടുത്ത പരിപാടി തുടങ്ങുക. ശങ്കരൻ പറഞ്ഞത് മനം ദർപ്പണ സമാനം എന്നാണ്. മനസ്സ് ദർപ്പണം പോലെയാണ്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ മുമ്പിലിരിക്കുമ്പോൾ ഞാൻ ഇയാളെ ഓർക്കും. അത് കഴിഞ്ഞാൽ ദർപ്പണം പോലെയാണ്, മിറർ പോലെയാണ്. എൻ്റെ മുമ്പിൽ പോയാൽ മിററിൽ ഒന്നുമില്ല, ആ പടം ഇല്ലല്ലോ. അതുപോലെ നമ്മൾ ഓരോ നിമിഷവും ജീവിച്ചാൽ എന്ത് സുഖായിരിക്കുന്നറിയോ ജീവിതം. കുക്ക് ചെയ്യുന്ന സമയത്ത് വായിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഇപ്പം വായന എന്നുള്ളതിന് ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, കുട്ടികളോട് വായിക്കാൻ പറയുന്നതിനേക്കാളും ഞാൻ ഡോക്യുമെന്ററി കാണും. ഇപ്പൊ ഭഗവത്ഗീത താൻ വായിച്ചാൽ ഞാൻ പറയുന്ന പോലെ മനസ്സിലാവില്ല. അല്ലെങ്കിൽ ശങ്കരൻ എഴുതിയാലോ അല്ലെങ്കിൽ ചിന്മയ എഴുതിയാലോ അതുപോലെ മനസ്സിലായി. നമ്മൾ ആ ജീവിതവുമായിട്ട്, ചിന്മയ അന്ന് പറഞ്ഞ സമയത്ത് അമേരിക്കയിലുള്ള ജീവിതമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് പറഞ്ഞത്. ആ കോണ്ടെക്സ്റ്റിലാണ് അത്
ഈ കോണ്ടെക്സ്റ്റിൽ നമുക്കത് ബാധകമല്ല ഇപ്പം. അല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കോണ്ടെക്സ്റ്റിൽ ഇപ്പം നമ്മൾ കാണുന്ന സംഭവങ്ങൾ റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് ചിന്തിക്കുന്നത്, അതുകൊണ്ട് അവർ റിഫ്ലക്റ്റ് ചെയ്യണം എന്ന് പറയുന്നത്. ആര് പറഞ്ഞു കേട്ടാലും കുഴപ്പമില്ല. അതുകൊണ്ട് ആരെയും ഫോളോ ചെയ്യല്ല വേണ്ടത്. പലയിടത്തുനിന്നും പഠിക്കുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ കുറച്ചുകൂടി കൂടുതൽ പഠിക്കുക അവരുടെ അടുത്തുനിന്ന്. അതൊരു ഒരു 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 ലൈനിൽ പോകുന്ന സമയത്ത് നമുക്കത് ഒരേ സ്ഥലത്ത് സൈക്കിൾ ഓടിച്ചിട്ട് ശീലമായി വരുന്ന സമയത്ത്, റോഡ് പരിചയമാവുന്ന സമയത്ത് സൈക്ലിങ്ങിന് ഒരു സുഖം കിട്ടും. അത് കഴിഞ്ഞാൽ പിന്നെ ഏത് റോഡിലും സൈക്കിൾ ഓടിക്കാൻ വേണ്ടിയിട്ടാണ് അത് പഠിക്കുന്നത്. ആ തോന്നലെല്ലാം കൂടെ പഠിച്ചാൽ മതി. അതുകൊണ്ട് നല്ലപോലെ ടൈം ഇൻവെസ്റ്റ് ചെയ്യുക, പഴയ കാര്യങ്ങളൊക്കെ മറക്കുക, വേറെ ഒരു പ്രശ്നമില്ല. യു ആർ ക്ലീൻ ആൻഡ് ഗുഡ്. ഓക്കെ, അത് വിശ്വാസമല്ല, ഉറപ്പാണ്. വിശ്വാസം വായിച്ചു തുടങ്ങിയ ഞാൻ വിചാരിച്ചു ഇപ്പൊ പെട്ടെന്ന് എന്റെ മനസ്സിലതാവുന്നത്. ആദ്യം ഞാൻ അയച്ചു തന്നത്, സാറിന് അയച്ചു തന്നത് ഗ്രഹനില നോക്കാനാ. അതെന്നോട് ആരാ പറഞ്ഞതറിയാം? എന്റെ അമ്മ സാറിന്റെ ഒരു വീഡിയോ കണ്ടിട്ട്, ദേ ഡോക്ടർ ടി.പി. ശശികുമാർ ഗ്രഹനില നോക്കി. എന്നിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു? നോക്കിയിട്ടായിരുന്നു, ഒരു വരിയില് പറഞ്ഞു. അപ്പൊ അമ്മ എന്റെ അടുത്ത് ചോദിക്കാണ്, വേറെ ഒന്നും പറഞ്ഞില്ല. ഞാൻ പറയാം, അങ്ങനെ മറ്റു ജോസന്മാരെ പോലെ ഒന്നും ഒത്തിരി ഒന്നും പറയത്തില്ല. കുട്ടികളാണെങ്കിൽ ഭയങ്കര എക്സ്പ്ലോറർ അവൻ എപ്പോഴും. അപ്പൊ എനിക്ക് പേടിയാണ് അവനെ, ചില സമയത്ത് ഒരു പേടിയുമാണ്. മക്കൾക്കൊക്കെ നല്ല നല്ല എക്സ്പ്ലോറേഴ്സിന്, നല്ല ഇന്റലിജന്റ് ആയിട്ട് വളരുന്നവർക്ക് ലോകം മനസ്സിലാക്കാൻ നമ്മളെക്കാളും കഴിവുണ്ടാവും. അപ്പോൾ അവരെ പൂർണ്ണമായിട്ടും ഫ്രീ ആയിട്ട് വിടാം. ആ കോൺഫിഡൻസും ട്രസ്റ്റും ഇൻസ്റ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ, അത് തെറ്റിയാൽ അമ്മയ്ക്ക് എന്ത് തോന്നും എന്നുള്ളൊരു ബോധം ഉണ്ടായാൽ പിന്നെ തെറ്റില്ല. നമ്മൾ സ്ട്രിക്റ്റ് ആവുന്ന സമയത്ത് നമ്മളിൽ നിന്ന് മറിഞ്ഞു നിന്ന് പലതും ചെയ്യാം. അല്ലെങ്കിലും ടീനേജിന്റെ പ്രായം അങ്ങനെയാണല്ലോ. എൻ്റെ ഒരു പഴയ കവിതയുണ്ട്, ഫിലോസ് ടു ഇറോസ് ടു അഗാപ്പി എന്നാണ്. ഫിലോസ് ടു ഇറോസ് ടു അഗാപ്പി. ടീൻ ടു 20 എന്ന് പറയുന്ന ഒരു 19 വയസ്സ് 20 വയസ്സിലേക്ക് കയറുന്ന ഒരു കുട്ടിക്ക് ഗിഫ്റ്റായിട്ട് കൊടുത്തൊരു പോയട്രിയാണ്. ടീൻ ടു 20 എന്ന് ആദ്യം പേരിട്ടത്, പിന്നെ കുറച്ചും കൂടി ഫിലോസഫിക്കലാക്കി മാറ്റിയതാണ്. അപ്പോൾ ഈ ടീനേജിലുള്ള പ്രേമം അതെല്ലാവർക്കും ഉണ്ട്. ഒളിഞ്ഞും പതിഞ്ഞും ആരും കാണാതെയും അതെല്ലാവർക്കും ഉണ്ടാവും. ഓക്കെ, അത് താൽക്കാലികമാണ്. അത് കഴിഞ്ഞിട്ട് ഒരു അറേഞ്ച്ഡ് മാരേജിൽ എല്ലാവരുടെ മുമ്പിലും കൈപിടിച്ച് നടക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവുമ്പോഴാണ് അത് എറോസ് എന്ന് പറയാം. അതും നമുക്ക് വേണ്ടിയിട്ടല്ല, സമൂഹത്തിന് വേണ്ടിയിട്ടാണ് ചിലപ്പോൾ മാരേജ്. അത് കഴിഞ്ഞ് അഗാപ്പി എന്ന് പറയുന്നൊരു സംഭവം എന്ന് പറയുന്നത്, ഇയാളില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് പറയുന്നൊരവസ്ഥ. ഞാനൊരു തമാശ പറയാറുണ്ട്. പണ്ട് ക്രാക്ക് എന്ന് പറയുന്നൊരു ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നില്ല, ആ ചോക്ലേറ്റ് ഇല്ലേ, നല്ല കട്ടി, അതിങ്ങനെ ഒരു അപ്പൂപ്പൻ തിന്നാണ്. അപ്പം അമ്മൂമ്മ ഇങ്ങനെ നോക്കിയിട്ട് നോയിക്കൊണ്ടിരിക്കുന്നുണ്ട്, പല്ലില്ല രണ്ടാൾക്കും. അപ്പം അപ്പൂപ്പൻ കഴിച്ചു കഴിഞ്ഞിട്ട് ആ ചോക്ലേറ്റ് അങ്ങോട്ട് കൊടുക്കുമ്പോൾ അമ്മൂമ്മ അത് കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. കാരണം തീരെ പല്ലില്ല, അപ്പൂപ്പന് വെപ്പ് പല്ലുണ്ട്. അപ്പൊ അപ്പൂപ്പൻ ആ പല്ലെടുത്തിട്ട് കൊടുക്കുകയാണ്. എല്ലാം ഷെയർ ചെയ്യുന്ന, അത് ജീവിക്കാൻ വേണ്ടിയിട്ട് വേറെ ഒരു രക്ഷയില്ലാത്തൊരവസ്ഥയിൽ കൈ പിടിക്കാൻ വേണ്ടിയിട്ടല്ല പിടിക്കണത്. ഇറോസിൽ കൈ പിടിക്കാൻ വേണ്ടിയിട്ട് പിടിപ്പിക്കുകയാണ്. ഇതങ്ങനെയല്ല, കൈ പിടിക്കാണ്ടിരുന്ന രക്ഷയില്ല എന്ന അവസ്ഥ വരുമല്ലോ അല്ലേ. ഇപ്പൊ ഈ 3 തരത്തിലാണ് ജീവിതം. അപ്പൊ നമ്മളിങ്ങനെ മൈഗ്രേറ്റ് ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കും. ഈ കാലത്ത് നമുക്ക് തോന്നുന്ന ഒരു ഫാൻസിയോ അതല്ല ചെറുപ്പകാലത്ത് ഉണ്ടായിരുന്നു, ഇനി ഉണ്ടാവാൻ പോകുന്നതോ അതല്ല. അപ്പൊ എന്നോട് പറയാത്ത കാര്യം ഞാൻ പറയുമ്പോഴല്ലേ ഞാൻ ജാതകം നോക്കിയിട്ട് പറയുന്ന ആളാവുക. വിവാഹം എന്ന് പറയുന്നത്, ഫിസിക്കലായിട്ടുള്ള വിവാഹം എന്ന് പറയുന്ന മാരേജ് സർട്ടിഫിക്കറ്റിൽ ഒപ്പിടുന്ന, ആരെങ്കിലും കഴുത്തിൽ താലി കെട്ടുന്നതല്ല വിവാഹം. നമ്മുടെ മനസ്സിൽ നമുക്ക് ആരോടെങ്കിലുമൊക്കെ തോന്നുന്ന ഒരു വിശപ്പ് മാറ്റാനുള്ള ഒരു തോന്നൽ ഉണ്ടാകുമ്പോൾ കഴിക്കുന്ന ഭക്ഷണം എന്താണെന്ന് തോന്നുന്ന ആ തോന്നൽ ആരെക്കുറിച്ച്. എൻ്റെ വീട്ടിൻ്റെ മുമ്പിലിരിക്കുന്ന നല്ല ആ ഗാർഡനിൽ നല്ല റോസ് പൂ ഉണ്ട്, ഞാൻ ഇവിടുന്ന് കണ്ടുകൊണ്ടിരുന്നാൽ പോലെ അത് ഞാൻ എൻ്റെ അടുത്ത് പറിച്ചുകൊണ്ട് നട്ടിട്ട് ഇവിടെ വെള്ളമൊഴിച്ചിട്ട് ഞാൻ കഷ്ടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. അത് കണ്ടുകൊണ്ട് ഞാൻ എൻജോയ് ചെയ്താൽ പോരെ. അതാണ് മനുഷ്യൻ്റെ ഗുണം. മൃഗങ്ങൾക്കതില്ലല്ലോ. മൃഗങ്ങളെ അടിച്ച് പിടിച്ച് എങ്ങനെയെങ്കിലൊക്കെ നേടണ്ടേ. മനുഷ്യൻ ആ അവസ്ഥയിൽ നിന്ന്, ഈ കൾച്ചർ എന്ന് പറയുന്നത് അതാണല്ലോ. നമ്മൾ കൾച്ചേർഡ് ആണെന്ന് പറയുമ്പോൾ അതിനനുസരിച്ച് വെറുതെ ആക്സിഡൻ്റലായിട്ടല്ലല്ലോ, സൊഫസ്റ്റിക്കേറ്റഡ് ആവുമല്ലേ ചെയ്യണത്. അതല്ലേ കൾച്ചർ. വേണമെന്ന് തോന്നുമ്പോൾ വേണ്ടടുത്ത് പോയിട്ടൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ.
ബാക്കിയുള്ളവർ നമ്മളെ എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒഴിവാവാൻ പറ്റാത്ത തരത്തിലും പ്രശ്നങ്ങളുടെ ഇടയിലും പെട്ട് ബുദ്ധിമുട്ടുന്ന ഒരവസ്ഥയിലേക്ക് ആവുമ്പോഴാണ് ബുദ്ധിമുട്ടുണ്ടാവുക. അത് നല്ല പോലെ എല്ലാ തുണിയും ഉണ്ടാക്കുന്നത് കുറേ ഇഴകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൃത്യമായിട്ട് വെച്ചിട്ടല്ലേ. അത് ഒന്നുമില്ലാണ്ട് അലങ്കോലിട്ടാൽ ഇതേപോലെ ക്ലോത്ത് ആവുമോ? ഇല്ലല്ലോ. ആ നൂലുകളൊക്കെ വേസ്റ്റ് അല്ലേ. അതുകൊണ്ട് ജീവിതം അങ്ങനെ വേസ്റ്റ് ആവരുത്. ക്രമത്തിലുള്ളത് ക്രമത്തിലേ പാടുള്ളൂ. ക്രമത്തിൽ വേണ്ട എന്ന് തോന്നുന്നതിൽ നമുക്ക് എൻജോയ് ചെയ്യാം. അത് തന്നെ എപ്പിച്ചു സ്വയം ആത്മനിബന്ധനം സുഖം. അവനവനിലേക്ക് എത്തുമ്പോൾ ഉണ്ടാവുന്നൊരു സുഖം ശരിക്കും അനുഭവിക്കേണ്ടത് അനുഭവിക്കുക. എന്താ ഇഷ്ടം എന്ന് വെച്ചാൽ ചെയ്യുക. ഇഷ്ടതേ ലഭതേ സ്വർഗം പൂർത്തേ മോക്ഷമവാപ്നിയാത്മാണ്. മോക്ഷം കിട്ടണമെങ്കിൽ പൂർത്തകർമ്മം ചെയ്യണം. കുറേ കർമ്മങ്ങൾ ചെയ്യാൻ ബാക്കിയുണ്ട്.